യഹോവേ, തിരുവചനപ്രകാരം അങ്ങ് അടിയന് നന്മ ചെയ്തിരിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ പറയാനുണ്ട്. ദൈവം ഞങ്ങൾക്ക് നന്മ ചെയ്തിരിക്കുന്നു. എത്ര പേർക്ക് നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയാം. നന്മ പ്രാപിക്കാതിരുന്നെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിരിക്കാൻ പറ്റുമായിരുന്നോ? സ്തോത്രം. ഇങ്ങനെ വന്ന ദൈവത്തിന് മഹത്വം പറയാനായിട്ട് സാധിക്കുമായിരുന്നോ? ഒരിക്കലും പറ്റുകയില്ല. അങ്ങനെയെങ്കിൽ ഓൺലൈനായി പങ്കെടുക്കുന്നവർക്കും മുകളിലത്തെ നിലയിൽ ഇരിക്കുന്നവർക്കും സ്തോത്രം, ചിലപ്പോഴൊക്കെ ചില രോഗാവസ്ഥയിൽ എനിക്ക് ഇവിടെ വന്ന് ആരാധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വേദനയോടെ ഈ വാക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടും പറയട്ടെ, ആ ഫോണെന്ന അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ മീഡിയയുടെ മുമ്പിലെങ്കിലും ഇരുന്നൊരു വാക്ക് ദൈവത്തിന് സ്തോത്രം പറയാ. ദൈവം നമുക്കിടവരുത്തിയതാ ദൈവം ചെയ്ത നന്മ നിമിത്തമാണ്. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരന് മാത്രമല്ല, എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ എൻ്റെ ദൈവം നന്മ ചെയ്തിരിക്കുന്നു. സ്തോത്രം. അത് സത്യമായ വസ്തുതയാണ്. ഈ ദൈവം ഇനിയും നന്മ ചെയ്യുന്ന ദൈവമാണ്. അത് മാത്രമല്ല, തിന്മയാകെ മായ്ച്ചു കളയുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എന്ത് വന്നാലും ദൈവത്തെ സ്നേഹിച്ചോണം, ദൈവവുമായി ചേർന്നിരുന്നോണം. തിന്മയെന്ന് തോന്നുന്നതും നന്മയായി മാറും. എത്ര പെട്ടെന്നാണ് തിന്മ നന്മയായി മാറുന്നതെന്ന് ഈ പുസ്തകം എത്ര പ്രാവശ്യം പറയുന്നു. സ്തോത്രം. തീച്ചൂള നന്മയായി മാറിയത് ചില നിമിഷങ്ങൾ കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ച തീച്ചൂള ഒരു നന്മയായി മാറിയത്, ഒരു അത്ഭുതമായി മാറിയത് നിമിഷങ്ങൾ കൊണ്ടാണ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കത്തിക്കൊണ്ടിരിക്കുന്ന തീച്ചൂള പോലെയുള്ള ചില വിഷയങ്ങളുടെ നടുവിൽ ഇരിക്കുന്ന നീ ഭാരപ്പെടണ്ട, അതിനെ ചില നിമിഷങ്ങൾ കൊണ്ട്, എത്ര പേർക്ക് ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം പറയാ? ചില നിമിഷങ്ങൾ കൊണ്ട് അതിനാകമാനം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അത് നന്മയ്ക്കാക്കി തീർക്കുന്ന, നന്മ ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ദൈവത്തിന് നിമിഷങ്ങൾ മതി നന്മയ്ക്കായി കാര്യങ്ങൾ ചെയ്യാൻ. എൻ്റെ കണ്ണിനാണത് തിന്മ. സ്തോത്രം. മുന്നിൽ ചെങ്കടൽ ഒരു തിന്മയെന്ന് തോന്നി. ജനങ്ങളൊക്കെ പറഞ്ഞു, എന്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? അവിടെ ശവക്കുഴിയില്ലാതിരുന്നോ? മോശയ്ക്ക് നേരെ വല്ലാത്ത ശബ്ദമുയർത്തിയപ്പോൾ ഇതേ ജനം ഒരല്പ കഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന് തപ്പെടുത്ത് പാടുകയാണ്. നോക്കൂ, ഒരു കരയിൽ പിറുപിറുപ്പും അടുത്ത കരയിൽ പാട്ടും. സ്തോത്രം. ഇസ്രായേലിന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പല ദൈവമക്കളെയും പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഒരു കരയിൽ നീ കരഞ്ഞത്, ഒരു കരയിൽ നീ ദൈവമുമ്പാകെ ചോദ്യങ്ങൾ ഉന്നയിച്ചത്, ചില നിമിഷങ്ങൾക്കകം അടുത്ത കരയിൽ നിന്ന് പാട്ടുപാടി തപ്പുതൊട്ടി ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക അവസരങ്ങൾ പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഞാനതിന് സാക്ഷിയാണ്. ഒരു കരയിൽ ഞാൻ ഒഴുക്കിയ കണ്ണുനീര്, ഒരു കരയിൽ ഞാൻ ദൈവമുമ്പാകെ വിലപിച്ചതായ ആ ശബ്ദം എൻ്റെ ദൈവം കേട്ട് നിമിഷങ്ങൾക്കകം മറുകരയിൽ നിന്ന് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അവസരം തന്നിട്ടുണ്ട് എന്നുള്ളതാ. എത്രയോ സത്യമായ കാര്യമാണ്. നിമിഷങ്ങൾ കൊണ്ട് തിന്മയെന്ന് തോന്നുന്നതിനെ നന്മയാക്കി മാറ്റുന്ന സ്തോത്രം. ദൈവം എൻ്റെ ദൈവം, നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു പോയാൽ വേദപുസ്തകത്തിൽ എത്ര സംഭവങ്ങളാണ്. സ്തോത്രം. യോസേഫിൻ്റെ ചരിത്രം നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതല്ലേ.
അപ്പനും അമ്മയും സഹോദരങ്ങളും ഇല്ലാതെ കാരാഗ്രഹത്തിനകത്ത് കിടന്നവൻ ഒരു ദിവസം, ഒറ്റ ദിവസം കൊണ്ട് അവിടെ നിന്ന് നേരെ മാറി ഇതായിരിക്കുന്നു. നേരം യോസേഫിന് മനസ്സിലായി, ഇത് നിങ്ങൾക്കും എല്ലാവർക്കും നന്മ വരേണ്ടതിന് എൻ്റെ ദൈവം എന്നെ മുന്നമേ ഇവിടെ അയച്ചിരിക്കുന്നു. ഇത് വാക്യം ഉറപ്പാണ്. യഹോവ എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. അത് ആവർത്തിച്ച് പിശാച് നമ്മെ നോക്കിക്കൊണ്ട് പറയും, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ. ആ വാക്കൊന്നും വകവയ്ക്കരുത്, ആ വാക്കിനൊന്നും ചെവി കൊടുക്കരുത്. ഇത് ആവർത്തിച്ചു പറ, എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. ഇന്നെന്തെങ്കിലും തിന്മയെന്ന് തോന്നുന്നു എങ്കിൽ അതെൻ്റെ ബുദ്ധിയുടെ കുഴപ്പമാണ്, എനിക്ക് വഴി മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമാണ്, ഈ വഴിയുടെ അവസാനം എന്തെന്നറിയാൻ എനിക്ക് കഴിവില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. എൻ്റെ ദൈവത്തിനറിയാം ഞാൻ ഈ പോകുന്ന വഴിയുടെ അവസാനം എന്തെന്ന്, എൻ്റെ ദൈവത്തിനറിയാം എന്നെ നടത്തുന്ന വഴിയുടെ ഒടുവിൽ എന്തെന്ന്. അന്ന് ഞാൻ പറയും, ഹല്ലേലൂയ, നന്മയ്ക്കായി എൻ്റെ ദൈവം എനിക്ക് അത്ഭുതങ്ങൾ ചെയ്തെന്ന്. ഹല്ലേലൂയ. നടന്നു പോകുന്ന വഴിയുടെ അവസാനം എന്തെന്ന് എനിക്കറിയുകയില്ല, പക്ഷെ നടത്തുന്ന ദൈവത്തിനറിയാം അതിൻ്റെ അവസാനം എന്തെന്ന്. അതുകൊണ്ട് ഇന്നേ പറ, ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ച് തരണമേ. സ്തോത്രം. അപ്പം അതിൻ്റെ അർത്ഥം കീർത്തനക്കാരൻ പറയുന്നത്, എനിക്ക് നല്ല ബുദ്ധിയില്ല. നമ്മുടെയൊക്കെ ചിന്ത നമ്മൾ മഹാബുദ്ധിമാന്മാരെന്നാണ്. എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നേരെ വിലയിരുത്താനും അതിനെ നന്നായി കൊണ്ടുപോകാനുമുള്ള ബുദ്ധിയോ പരിജ്ഞാനമോ പലപ്പോഴും നമുക്കില്ല. സ്കൂളിൽ ചിലപ്പോൾ മാർക്ക് വാങ്ങിക്കാനുള്ള ബുദ്ധി കാണും, അഡ്മിഷൻ വാങ്ങാനുള്ളതൊക്കെ ബുദ്ധി കാണും. ആ ബുദ്ധിയല്ല ഈ ബുദ്ധി. ഇത് ജീവിതത്തിൽ പകർത്തി വിജയിക്കാനുള്ള, ദൈവരാജ്യത്തിൽ ചെന്നെത്താൻ പറ്റുന്ന വഴിയെ വിശുദ്ധിയോടെ നടക്കാൻ നമുക്ക് കഴിവ് തരുന്ന ഒരു പ്രായോഗിക ബുദ്ധിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരണം. സ്തോത്രം. ദൈവത്തിനെ പറ്റൂ. യേശു പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്ക്, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. അധ്വാനിക്കുന്നവരോടും ഭാരം ചുമക്കുന്നവരോടും കർത്താവ് പറയുന്നു, ആശ്വാസത്തോടും സമാധാനത്തോടും അധ്വാനിക്കാനും ഭാരം ചുമക്കാനും ഞാൻ പഠിപ്പിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഇത് എനിക്ക് പ്രയാസം തരുന്നു, ഇതെന്നെ വേദനിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വിട്ടുപോകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, ഉത്തരവാദിത്വങ്ങൾ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് പറയുന്നവൻ പരാജയപ്പെട്ടവനാണ്. വിട്ടുപോകരുത്, ദൈവം ഭാഗം ഇരിക്കണം. ദൈവം പഠിപ്പിക്കും, നല്ല ബുദ്ധി പറഞ്ഞു തരും, പരിജ്ഞാനം തരും. സ്തോത്രം. ആശ്വാസത്തോടെ ആ കാര്യം ചെയ്യാൻ ദൈവം ജ്ഞാനം തരും. എത്ര പേർക്ക് അതിനോട് യോജിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം? വേദനിച്ച് ചെയ്യരുത്. ചില നുഖങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട് കേട്ടോ. എല്ലാം പിശാചിൻ്റെ പോരാട്ടമാണെന്നൊന്നും ധരിക്കരുത്. എല്ലാവരും വിചാരിക്കുന്ന അങ്ങനെയാണ്, കഷ്ടതയെല്ലാം അല്ല. പിശാചിൻ്റെ പോരാട്ടം ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ചുമക്കാനുള്ള ചില നുഖങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട്, അപ്പം നുഖം കണ്ടോ, ഒരു ഇച്ചിരി ഭാരം നമ്മൾ ചുമക്കാനുണ്ട്. പക്ഷെ അത് സന്തോഷത്തോടെ ചുമക്കാനാണ് ദൈവം വെച്ചിരിക്കുന്നത്. ജോലി, കുടുംബം, മക്കൾ, ഇതൊക്കെ നമ്മൾ
ചുമക്കേണ്ട ഓരോരോ നുഖങ്ങളാണ്. സ്തോത്രം. ചിലർ പറയുന്നത് എന്ന് തീരുമെന്നാണ്. ഇത് വന്നേ തീരുള്ളൂ. സ്തോത്രം. ഭൂമിയിൽ നമ്മളുള്ളിടത്തോളം ഇതുണ്ട്. സ്തോത്രം. അത് സന്തോഷത്തോടെ ചെയ്യുന്നവനാണ് അനുഗ്രഹിക്കപ്പെട്ടത്. വെറുത്തും കൊണ്ട് മടിച്ചുകൊണ്ടൊന്നും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ, ചിലർക്ക് അനുഗ്രഹമായിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ദൈവം അതിന് ബലം തരുന്നല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അത് ചെയ്യണം. അതാണ് സ്തോത്രം. നല്ല ബുദ്ധി, പരിജ്ഞാനം എനിക്ക് ഉപദേശിച്ചു തരണമേ. സ്തോത്രം. അടുത്ത വാക്യം, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ അങ്ങയുടെ വചനത്തെ ഈ കഷ്ടത വചനം തെറ്റിച്ചത് കൊണ്ടുള്ള കഷ്ടതയാണ്. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. എനിക്ക് മനസ്സിലായി ഈ കഷ്ടത വന്നത് ഞാൻ വചനം തെറ്റിച്ചത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ തെറ്റിച്ച ആ വചനത്തെ ഞാൻ അനുസരിക്കുന്നു. പോട്ടെ. അതിൻ്റെ 68 അങ്ങ് നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു, അങ്ങയുടെ ചട്ടങ്ങളെ എനിക്ക് 21 വാക്യത്തിലുള്ള അതേ ആശയം തന്നെയാണ്. 69 അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. ഈ നുണയും അപവാദവും ഒക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. ഇതിനെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ ഞാനോ നിങ്ങളോ പരിശ്രമിച്ചാൽ അതിൻ്റെ വഴിക്ക് പോട്ടെ. സ്തോത്രം. അത് ഈ പിശാചിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവൻ്റെ വേറൊരു പേര് തന്നെ അപവാദി എന്നാണ്. നമുക്കറിയാമല്ലോ. സ്തോത്രം. പിശാചിൻ്റെ ഒരു പേര് തന്നെ അതാണ്. അതുകൊണ്ട് അവൻ എല്ലാ കാലത്തും ഉണ്ട്. അവൻ ഉള്ള കാലത്തോളം ഇതെല്ലാം നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പ്രമാണങ്ങളെ, ഞാൻ അങ്ങയുടെ വചനം അനുസരിക്കുമെന്നുള്ളതാണ് എനിക്കുള്ള പ്രാഗൽഭ്യം. അവർ നുണ പറയും, ഞാൻ അനുസരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തിൽ എന്തുണ്ട്? പ്രാഗൽഭ്യമുണ്ട്. ഞാൻ സമാധാനത്തോടെ ഉറങ്ങും, അവർ നുണ പറയും. കാരണം എനിക്കെന്തുണ്ട്? സ്തോത്രം. നീ സമാധാനത്തോടെ ഉറങ്ങുന്നത് കാണുമ്പോൾ അവർക്കുറക്കം നഷ്ടപ്പെടും. കാരണം നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്താനാണല്ലോ അവർ നുണ പറയുന്നത്. അപവാദം പറയുന്നത് നിനക്ക് പ്രയാസം വരുത്താനാണ്. പക്ഷെ നീ പ്രാഗൽഭ്യത്തോടെ എൻ്റെ ദൈവം എനിക്കുണ്ട് എന്നുള്ള ഉറപ്പോടെ നീ നിൽക്കുമ്പോൾ തനിയെ കാര്യങ്ങൾ മാറിക്കൊള്ളൂ. അതിനെതിരെ നീ അതിന് വലിയ ശ്രദ്ധ കൊടുക്കരുത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അയ്യോ, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞോ, ഇങ്ങനെ പറഞ്ഞോ. ദൈവം എന്ത് പറയുന്നു എന്നുള്ളതാണ് വിഷയം. എത്ര പേർക്ക് സ്തോത്രം പറയാം? നീ അതിന് ചെവി കൊടുത്താൽ അത് നിനക്ക് അത് വേദനിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. ഞാനത് ചെയ്തു. അവർ പറയുന്നു, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ, ആ വാക്ക് അടിവരയിട്ടോണം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുമെന്നാണ്. സ്തോത്രം. അടുത്ത്, അവരുടെ ഹൃദയം കൊഴുപ്പ് കൊണ്ട് തടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായപ്രമാണങ്ങളിൽ രസിക്കുന്നു. സ്തോത്രം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. നമുക്ക് പലപ്പോഴും നമ്മുടെ വേദനയിൽ നമുക്ക് ആശ്വാസം തരുന്നൊരു വാക്യമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം, ദൈവ ഇഷ്ടം മനസ്സിലാക്കാൻ തക്കവണ്ണം ചില വേദനകളിലൂടെ ഞാൻ കടന്നുപോയത് എനിക്ക് ഗുണമായി എന്ന് ഇവിടെ ഇരിക്കുന്ന 90% പേർക്കും പറയാൻ പറ്റുമെന്നുള്ള കാര്യത്തിന് ഒരു മാറ്റവുമില്ല. ഇവിടെയുള്ള എല്ലാവരും എന്ന് പറയാം, മിക്കവാറും പേരെ ദൈവത്തോട് അടുപ്പിച്ചത് എന്തെങ്കിലും കഷ്ടതകളായിരിക്കും, മനസ്സിനെ അലട്ടി എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും. സ്തോത്രം. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവം നൽകിയ ആശ്വാസവും ദൈവം നൽകിയ വിടുതലുമാണ് ഇങ്ങനെ വന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ പ്രാപ്തരാക്കി. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുക, നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. ഇപ്പം ചിലർ നുണ പറയുന്നു,
പക്ഷെ ഞാനിങ്ങനെ ദൈവവചനത്തിൽ പ്രത്യാശ വെച്ച് നടക്കുന്നത് കൊണ്ട് എന്നെ കാണുമ്പോൾ ഭക്തന്മാർക്ക് എന്തുണ്ടാകുന്നു? അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കുകയാൽ ലജ്ജിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. രണ്ട് പ്രയോഗങ്ങൾ. ഒന്ന്, അങ്ങയുടെ ഭക്തന്മാരും അങ്ങയുടെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ. ഇപ്പം എൻ്റെ അടുക്കലുള്ളവരെ ആരൊക്കെയാണ്? ഭക്തന്മാര്, സാക്ഷ്യമുള്ളവർ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ആരായിരിക്കണം? ഭക്തന്മാരും സാക്ഷ്യമുള്ളവർ. ഈ സാക്ഷ്യത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. സാക്ഷ്യമുള്ളവൻ്റെ അടുത്ത് പിശാച് വരത്തില്ല. അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും പിശാചിനെ ജയിച്ചു. പിശാചിനെ ജയിക്കാനുള്ള 5 ആയുധങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേറെയും പല ആയുധങ്ങൾ കാണാം. മനസ്സിലായോ? ഏറ്റവും വലിയ ആയുധമാണ് ദൈവവചനം. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ. യേശു പിശാചിനെ ജയിച്ചത് വാള് കൊണ്ടാണ്. സ്തോത്രം. പിന്നെ 2 ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ട്. തങ്ങളുടെ സാക്ഷ്യവചനം. ഇപ്പം പ്രാഗൽഭ്യത്തോടെയൊക്കെ ജീവിക്കുന്നത് മോശമാണെന്നൊന്നും ചിന്തിക്കരുത്. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? നേരോടെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് കാലമില്ലെന്ന് നീ പറയരുത്. അവൻ്റെ മേൽ പിശാചിനൊരധികാരമില്ല. സ്തോത്രം എന്ന് വചനം ഉറപ്പിച്ചു പറയുക മാത്രമല്ല, പിശാചിനെ ജയിക്കാനുള്ള ഒരായുധമാണ് ജീവിതത്തിൻ്റെ സാക്ഷ്യം. പുസ്തകം അങ്ങനെ ഉറപ്പിച്ചു പറയുന്നു. കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും അവനെ ജയിച്ചു. ജയിക്കും. യേശുവിൻ്റെ നാമം മറ്റൊരായുധമാണ്. സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെ സകല മുഴങ്കാലുകളും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. രോഗം വിട്ടുപോകുന്നത്, പിശാച് വിട്ടുപോകുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അവിടെ പറയുന്ന യേശുവിൻ്റെ നാമം കൊണ്ടാണ്. അവനെ ജയിക്കാനുള്ള ഒരു ആയുധമാണ്. 4 ഞാൻ പറഞ്ഞു. ഒരെണ്ണം കൂടെ പറയാമോ? സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. സ്തുതിക്കുന്നിടത്ത് പിശാച് നിൽക്കത്തില്ല. യഹോവയ്ക്ക് ആർത്തു, മതിൽ താണു. എവിടെ സ്തുതി ഉയർന്നിട്ടുണ്ടോ, അപ്പോസ്തലന്മാർ രാത്രിയിൽ പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. സ്തുതിയുള്ളയിടത്ത് വിടുതൽ നിശ്ചയമാണ്. സ്തോത്രം. പ്രശ്നം വരുമ്പോൾ പിറുപിറുക്കുന്നതിടത്തല്ല. പ്രശ്നം എന്തോ ആയിക്കോട്ടെ, നീ ദൈവത്തെ സ്തുതിക്ക്. നീ ദൈവത്തിന് മഹത്വം കരേറ്റ്. അത് തകരും എന്നും പറഞ്ഞ് നീ സ്തുതിക്കരുത്. മനസ്സിലാക്കി? ഇത് കേട്ടിട്ട് നാളെ ചെന്നിരുന്ന് അടിസ്ഥാനം കുലുങ്ങുന്നോ എന്ന് നോക്കി നീ സ്തുതിക്കരുത്. ഒന്നും കുലുങ്ങത്തില്ല. നീ സ്തുതിക്ക്. കുലുങ്ങേണ്ടതും തകരേണ്ടതും തകരുകയും തകർന്നു മാറുകയും ചെയ്യും. അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഭക്തന്മാരും സാക്ഷ്യമുള്ളവരുമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. സ്തോത്രം. എൻ്റെ അടുത്ത് പറയുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഹൃദയം നിഷ്കളങ്കമായിരിക്കണം. സ്തോത്രം. നിഷ്കളങ്കം എന്ന വാക്കിൻ്റെ അർത്ഥം ഒറ്റ ഉടുപ്പേ പാടുള്ളൂ. പിശാചിന് എത്ര ഉടുപ്പുണ്ട്? അവൻ ചെന്നായാണ് ആടിൻ്റെ തോലിട്ടുണ്ട്. അവന് ഒരു ഉടുപ്പെങ്കിലേ ഉള്ളൂ. നമുക്ക് പല ഉടുപ്പുകളാണ്. അറിയാമല്ലോ, അലമാരയിൽ ഇങ്ങനെ തൂക്കി നിർത്തിയിട്ടു. ചന്തയിൽ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, പള്ളിയിൽ വരുമ്പോൾ, സ്തോത്രം, ഇങ്ങനെ പാടില്ല. ഒറ്റ ഉടുപ്പ്.
നിഷ്കളങ്കം അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗമാണ്. ദൈവം അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുന്നു? ലജ്ജിക്കാതെ കാക്കുന്നു. അല്ലേ? ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് സ്തോത്രം. ഉറപ്പ് പറയുന്നു വചനം, നീ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വച്ച് നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറിയാൽ വചനം തരുന്ന ഉറപ്പാണ്, നിന്നെ ലജ്ജിപ്പിക്കാൻ ലോകത്തിലാർക്കും സാധിക്കുകയില്ല. സ്തോത്രം. അങ്ങനെ ദൈവം ഭാഗ്യ അതിൻ്റെ നന്മ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം കൃപ തരട്ടെ. സ്തോത്രം.